കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ഈസ്റ്റ് മേഖലാ സമ്മേളനം ചേർന്നു. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ഈസ്റ്റ് മേഖലാ സമ്മേളനം ചേർന്നു. വ്യാഴാഴ്ച രാവിലെ 9:30 മേഖലാ പ്രസിഡന്റ് എം.പി. തോമസ് പതാക ഉയർത്തി. തുടർന്ന് പട്ടിക്കാട് ഹൈവേ പാലസ് ഇന്നിൽ നടന്ന 15ാമത് സമ്മേളനം COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9 വർഷമായി സംഘടന നിരവധി പേരെ അണിനിരത്തിക്കൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു വരികയാണ് എന്നും അതിന്റെ ഭാഗമായി നിരവധി നേട്ടങ്ങളുണ്ടായെന്നും ഇനിയും പുതിയ മാറ്റങ്ങൾക്കായി പുതിയ പദ്ധതികൾക്കായും നാം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ രാജ്മോഹൻ മാമ്പ്ര പറഞ്ഞു. അസോസിയേഷന്റെ കീഴിൽ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി രൂപം നൽകിയ KCCL, KCBL, KVBL, CIDCO എന്നീ കമ്പനികൾ സംഘടനയ്ക്ക് മുതൽക്കൂട്ടാണെന്നും സമ്മേളനം വിലയിരുത്തി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് വിജയിച്ച COA മുൻ മേഖലാ സെക്രട്ടറിയും നിലവിൽ എക്സിക്യൂട്ടീവ് അംഗവുമായ ഗോപാലകൃഷ്ണനെ ചടങ്ങിൽ പൊന്നാടയിട്ടും മെമന്റോ നൽകിയും ആദരിച്ചു. സെന്റനറി ചെയർമാൻ ആന്റോ വി മാത്യു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ COA മേഖലാ പ്രസിഡന്റ് MP തോമസ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി നൈബി VK, മേഖലാ ട്രഷറർ ജിയോ ജോൺസൺ, സെന്റിനറി ഡയറക്ടർ ഷിബു TP, COA ജില്ലാ സെക്രട്ടറി ആന്റണി, ജില്ലാ പ്രസിഡന്റ് സുഭാഷ് TD, സംസ്ഥാന കമ്മിറ്റി അംഗം BP ബിജു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജേക്കബ് ചെറോം, സെന്റിനറി MD ബീന B മേനോൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് COA തൃശൂർ ഈസ്റ്റ് മേഖല പ്രസിഡന്റായി MP തോമസിനെയും വൈസ് പ്രസിഡന്റായി ML റപ്പായിയെയും സെക്രട്ടറിയായി VK നൈബിയെയും ജോയിന്റ് സെക്രട്ടറിയായി അനിൽകുമാറിനെയും ട്രഷററായി ജിയോ ജോൺസണെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ഇപ്പോ ഇവിടെ ഈ തൃശൂർ ഈസ്റ്റ് മേഖലയുടെ സമ്മേളനം വളരെ ചിട്ടയോടുകൂടി അച്ചടക്കത്തോടുകൂടി സമയബന്ധിതമായിട്ട് നിങ്ങൾ പ്രാരംഭം കുറിച്ചത്. അതിൽ മറ്റൊരു സന്തോഷകരമായ കാര്യം, ഇവിടെ പല മേഖലകളിലും സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മേഖലയിൽ ഇവിടെ 5 ഓപ്പറേറ്റർമാരായിട്ടുള്ള 5 സഹോദരികൾ നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെ ഈ കേബിൾ അസോസിയേഷന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മൾ 30 വർഷത്തോളമായിട്ട് ഈ സംഘടന വളരെ കൃത്യമായിട്ട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങളാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അവിടെ നമ്മുടെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനും അത് പരിഹരിക്കുവാനുള്ള നിർദ്ദേശങ്ങളായിട്ട് നിങ്ങളുടെ ഭാഗത്തുള്ള സജഷൻസ് ഏറ്റുവാങ്ങുവാനൊക്കെയാണ് ഇവിടെ ഈ വേദിയിൽ ഞങ്ങളെ പോലെയുള്ള നേതൃത്വം ഇന്നിവിടെ പങ്കെടുക്കുന്നത്. സമ്മേളനം ഇന്ന് ഇവിടെ നമ്മൾ നടത്തപ്പെടുമ്പോൾ നമ്മുടെ വ്യവസായവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 35ഓളം വർഷമായിട്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംവിധാനങ്ങളുടെ ആകെ ഒരു തുടർച്ചയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അസോസിയേഷനുമായി ബന്ധപ്പെട്ട് 2002-2003 കാലഘട്ടത്തിലാണ് നമ്മൾ വളരെ കൃത്യമായിട്ടുള്ളൊരു സംഘടനാ രീതിയിലൊക്കെ കൂടിച്ചേർന്ന് നമ്മുടെ മേഖലയിലെ ഓപ്പറേറ്റർമാരൊക്കെ കൂടിയോജിച്ചുകൊണ്ട് തൃശ്ശൂർ ടൗൺ മേഖല എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടക്കം കുറിച്ചതെങ്കിലും അതിനുശേഷം കാലാനുസൃതമായിട്ട് വന്ന ഓപ്പറേറ്റർമാരുടെ ഒക്കെ വർധനവിന്റെ ഭാഗമായിട്ട് നമ്മൾ തൃശ്ശൂർ ഈസ്റ്റ് മേഖല എന്നുള്ള രീതിയിൽ 2010 കൂടിയിട്ട് മാറി തൃശ്ശൂരിന്റെ ടൗണിൽ നിന്ന് കിഴക്കേക്കോട്ട തുടങ്ങി, അതുപോലെ തന്നെ ഇപ്പോൾ വടക്കഞ്ചേരി, ഏതാണ്ട് വടക്കഞ്ചേരിയുടെ തൊട്ട് അപ്പുറത്ത് വരെ ഈ കിഴക്കൻ ഭാഗത്തേക്കും, അതുപോലെ തന്നെ തൃക്കൂരടക്കമുള്ള നമ്മുടെ തെക്ക് ഭാഗത്തേക്കും വാഴാനി വരെ നീണ്ടു കിടക്കുന്ന നമ്മുടെ വടക്ക് ഭാഗത്തേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വളരെ വിസ്തൃതിയിലുള്ള വലിയ ദൂരത്തിലും മലയോര മേഖലയും അതുപോലെ തന്നെ ഡാമുകളും എന്നാൽ നഗരപ്രദേശമൊക്കെ ഉള്ള സമ്മിശ്ര രൂപത്തിലുള്ള സ്ഥലങ്ങളിൽ കേബിൾ TV നടത്തുന്ന ഓപ്പറേറ്റർമാരാണ് ഇവിടെ കൂടിയിരിക്കുന്ന 58ഓളം വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാർ. നമുക്ക് എന്തൊക്കെ
എവിടേക്കാണ് നമ്മളുടെ സംഘടനയുടെ ദിശാബോധം, ഏത് വഴിക്കാണ് പോകേണ്ടത്, അതിനുള്ള ചർച്ചകൾ ഒക്കെ നമുക്ക് ശ്രീ ആന്റണി മാത്യു പറഞ്ഞ പോലെ ഭാവിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സന്ദർഭമാണത്.